KNM വിസ്ഡം മുജാഹിദ് വിഭാഗത്തിലെ രണ്ട് പ്രബല വിഭാഗങ്ങളാണിവ. ഇവർക്കിടയിൽ പല തർക്കങ്ങളുമുണ്ടെങ്കിലും ഏറ്റവും പ്രബലമായത് ജിന്ന് വിവാദം തന്നെയാണെന്ന് കരുതാം. ആ ജിന്ന് വിവാദം വീണ്ടും സജീവമായിരിക്കുകയാണ്. ഇവർക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇരു കൂട്ടരും അവരവരുടെ ഭാഗം തെളിയിക്കുന്നതിനായി പ്രമാണങ്ങൾ നിരത്തി തെരുവുകൾ തോറും പ്രസംഗിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. 2007 മുതൽ ആരംഭിച്ചതാണിത്. അതുവരേക്കും മുജാഹിദ് പ്രസ്ഥാനങ്ങളെന്ന് വെച്ചാൽ വലിയ പുരോഗമനാശയങ്ങളുള്ള പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് ആളുകൾ കണ്ടിരുന്നത്. പക്ഷേ 2007 മുതൽ അതിൻ്റെ സ്വഭാവത്തിൽ സാരമായ വ്യതിയാനങ്ങൾ വന്നു തുടങ്ങി. കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന് പോലും അവകാശവാദം ഉന്നയിക്കുന്നവരാണ് പൊതുവെ മുജാഹിദീങ്ങൾ. അതിൽ ഒരു പരിധിവരെ ശരിയുണ്ട് താനും. യാഥാസ്ഥിക സുന്നി വിശ്വാസങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി പിന്നോക്കാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്തേക്കും മറ്റു പുരോഗമനപരമായ പല കാര്യങ്ങളിലേക്കും ഇസ്ലാമിൻ്റെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നതിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് കാണാതിരുന്നുകൂടാ. പക്ഷേ എങ്കിലും 2007 മുതൽക്ക് ആരംഭിച്ച ചില ആഭ്യന്തര തർക്കങ്ങൾ, അതിലേറ്റവും പുറത്തേക്ക് കേൾക്കുന്നത് ജിന്നുമായി ബന്ധപ്പെട്ടതാണ്. വിസ്ഡം വിഭാഗത്തിൻ്റെ പക്ഷം ജിന്നുകളുണ്ടെന്നും അവ മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യാനാവുമെന്നും അവയുടെ ഉപദ്രവത്തെക്കുറിച്ച് രക്ഷ തേടൽ ആവശ്യമാണെന്നും കുറേ കൂടി വിചിത്രമായ പല അവകാശവാദങ്ങളും ജിന്നുകൾക്ക് അനുകൂലമായി അവർ പറയുന്നതായി കേൾക്കുന്നുണ്ട്. അതേസമയത്ത് KNM പറയുന്നത് ജിന്നും ബ്ലാക്ക് മാജിക്, സിഹർ തുടങ്ങിയ കാര്യങ്ങളുമായി അവയുടെ ഗൗരവത്തെക്കുറിച്ച് പരിഗണിക്കേണ്ടതില്ല. അത് സംബന്ധമായി വന്ന ഖുർആൻ്റെ പരാമർശങ്ങളും ഹദീസുകൾ സഹീഹ് വിഭാഗത്തിലാണെങ്കിലും അവക്ക് ആധികാരികത കുറവാണെന്നും, ഉദാഹരണത്തിന് നബിക്ക് സിഹർ ബാധിച്ചതായി പറയുന്ന ഹദീസുകൾ. അതുകൊണ്ട് ജിന്ന് വിഷയത്തിൽ മറ്റു കാര്യങ്ങളെക്കാൾ ഗൗരവം കൊടുക്കേണ്ടതില്ലെന്നുമാണ് KNM പക്ഷം. സാധാരണ യുക്തി അനുസരിച്ച് KNMനോടൊപ്പം, അവരുടെ വാദത്തോടൊപ്പം നിൽക്കാനാണ് പൊതുവെ എല്ലാവർക്കും താല്പര്യം. വിസ്ഡത്തിൻ്റെ തീരുമാനം ജിന്നുകളെ കുറിച്ച് അതിഭാവുകത്വം കലർന്ന പല പ്രസ്താവങ്ങളും അവരുടെ ഭാഗത്തു നിന്നുള്ളതായി കാണുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, പരിസരങ്ങളിൽ ജിന്ന് സജീവ സാന്നിധ്യമാണെന്നും അവയെ നിയന്ത്രിക്കുകയും നിലക്ക് നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവയെക്കൊണ്ട് പല ഉപദ്രവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുമൊക്കെയാണ് അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ചില കാര്യങ്ങളിൽ വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന അതേ സംഘടനയാണ് ഈ ജിന്ന് വിഷയത്തിൽ ഇത്രയും ബാലിശമെന്ന് തോന്നാവുന്ന തരത്തിലുള്ള അതിഭൗതിക കാര്യങ്ങൾ ശാസ്ത്രീയ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ വേണമെന്നാണ് ഇവർ പറയുക. ഉദാഹരണത്തിന്, കേസ് പറയണമെങ്കിൽ വക്കീലാകണമെങ്കിൽ വക്കീൽ ബിരുദം വേണം, വണ്ടി ഓടിക്കണമെങ്കിൽ ഡ്രൈവറുടെ ലൈസൻസ് വേണം എന്നതുപോലെ മതകാര്യങ്ങൾ പറയണമെങ്കിൽ മതക്കാരുടെ ലൈസൻസ് വേണമെന്ന ഒരു പക്ഷക്കാരുണ്ട്. ഇസ്ലാമിൽ ചേരാൻ ലൈസൻസിൻ്റെയോ മുൻ ക്വാളിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇസ്ലാമിക കാര്യങ്ങൾ പറയണമെങ്കിൽ, ഒരു വിശ്വാസിക്ക് പറയണമെങ്കിൽ എല്ലാവർക്കും പറയാനാവില്ല. അതിന് അധികാരപ്പെടുത്തപ്പെട്ട ചിലർക്ക് മാത്രമേ ഇസ്ലാമിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ അധികാരമുള്ളൂ എന്ന വാദക്കാരുണ്ട്. എങ്കിലും ആ വാദത്തെ കണക്കെടുക്കാതെ ഒരു വിശ്വാസി
ഇസ്ലാമിൻ്റെ ഫ്രെയിം വർക്കിനുള്ളിൽ ഉൾപ്പെടുന്ന വ്യക്തി എന്ന നിലക്ക് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഈ ജിന്ന് വിവാദത്തോടനുബന്ധിച്ച് പറയാനുള്ളത് ഇപ്രകാരമാണ്. ഈ ഭൂമുഖത്ത് പല ശക്തികളുമുണ്ട്. ദൃശ്യവും അദൃശ്യവുമായ പല പ്രതിഭാസങ്ങളുമുണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ അവയുടെ മുഴുവനും നിയന്ത്രണം അതിൽ കാറ്റിനും പഞ്ചഭൂതങ്ങളെന്ന് വിവക്ഷിക്കപ്പെടുന്ന അഗ്നി, വായു, ആകാശം, ജലം തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ ഓരോ ദേവതകളെ സങ്കല്പിച്ച് അതാതിൻ്റെ പ്രീതിക്ക് വേണ്ടി അതാതിനെ ആരാധിക്കുന്നൊരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ഇന്നുമുണ്ട് ചില ഭാഗങ്ങളിൽ. ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മക്കത്ത് പോലും പലതരം ശക്തികളെ ആരാധിച്ചുകൊണ്ടിരുന്നു ജനങ്ങൾ. അവയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനും അവയിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാനുമായി. അവയിൽ ജിന്നുകളുമുണ്ട്, അതിവിചിത്രമായ പല ജീവജാലങ്ങളും ശക്തികളുമുണ്ട്. എല്ലാറ്റിനുപരി മൺമറഞ്ഞു പോയ മഹാന്മാരായ വ്യക്തികൾ പോലുമുണ്ട്, മനുഷ്യർ പോലുമുണ്ട്. അവയൊക്കെ ആരാധനക്കർഹമാക്കി വെച്ച് ആരാധിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ പുരോഹിത സംഘങ്ങൾ മനുഷ്യരെ അതിൻ്റെയൊക്കെ പേരിൽ ചൂഷണങ്ങളും വലിയ തോതിൽ ചൂഷണവും ഉപദ്രവങ്ങളും ഏൽപ്പിച്ചുകൊണ്ടു വരുന്നു. ഈ സമയത്താണ് ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്യവുമായി രംഗപ്രവേശം ചെയ്യുന്നത്. ആദ്യമായിട്ടല്ല, ഇസ്ലാം തന്നെ അവകാശപ്പെടുന്നത് മുഹമ്മദ് നബിയിലൂടെ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഒരു ആശയമല്ല ഇസ്ലാം. ആദിമ മനുഷ്യൻ മുതൽക്കിങ്ങോട്ട് 1,24,000 പേരിലൂടെ ഓരോ തവണയും പുതുക്കി വന്ന ഒരാശയം മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് ഖുർആൻ്റെ വാദം. അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് നിരാകരിക്കാം. പക്ഷേ ഏതായാലും ആ ആശയം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ആശയത്തിൽ വലിയ വലിയ വിശാലമായ അർത്ഥതലങ്ങളുണ്ടതിന് എന്ന് കാണാം. അതായത് നാം അനേകായിരം ദേവതകളെയും അദൃശ്യ ശക്തികളെയും ആരാധിച്ചും പ്രീണിപ്പിച്ചും വഴിപാട് ചെയ്തും മുഴുകിയിരുന്ന ജനതയ്ക്ക് വലിയ ആശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പകർന്നത്. അതായത് നിങ്ങൾ ശക്തരെന്നും നിങ്ങളെ സംബന്ധിച്ച് ഗുണദോഷങ്ങൾ ചെയ്യാനാവുമെന്ന് കരുതുന്ന ദേവതകളും ദേവന്മാരും മറ്റ് എല്ലാ അദൃശ്യ ശക്തികളും അള്ളാഹുവിന് കീഴിലാണെന്നും എല്ലാവറ്റിൻ്റെയും നിയന്ത്രണം അള്ളാഹു എന്ന ഏക ശക്തിയുടെ കയ്യിലാണെന്നും അള്ളാഹുവിനെ പ്രീതിപ്പിക്കുന്നതാണ് മറ്റവയുടെ പിന്നാലെ പോകുന്നതിനേക്കാൾ എളുപ്പവും ഗുണകരവുമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങളെ പഠിപ്പിച്ചു. അത് വലിയൊരു വിപ്ലവമായിരുന്നു, റവല്യൂഷനായിരുന്നു. കാരണം അനവധി ദേവതകൾക്കും ദേവന്മാർക്കും അദൃശ്യ ശക്തികൾക്കും അർപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ വിഭവങ്ങളും സമ്പത്തും സമയവും മുഴുവൻ രക്ഷപ്പെട്ടു. അതിലൂടെ ദൈവത്തിന് മാത്രമായിരിക്കണം ആരാധന, വഴിപാട്, നേർച്ച എല്ലാം. ആ ആരാധനയും വഴിപാടും നേർച്ചയുമാകട്ടെ ദൈവേതര ശക്തികൾക്ക് അർപ്പിച്ചുകൊണ്ടിരുന്ന വിപുലമായ ധനം, സമയം, അധ്വാനം ഇതൊന്നുമല്ല. നീതിബോധത്തിൻ്റെ, സത്യസന്ധതയുടെ, സ്നേഹത്തിൻ്റെ, തൻ്റെ സഹജീവികളോട് കാണിക്കുന്ന ഇത്തരം വികാരങ്ങളുടെ പേരാണ് ദൈവാരാധന എന്ന് ഈ ആശയം മനുഷ്യരെ പഠിപ്പിച്ചു. അതിലൂടെ ജിന്നുൾപ്പെടെ അനേകം അദൃശ്യ ശക്തികൾ അപ്രത്യക്ഷമായി. കാരണം അനേകം അന്ധവും വികലവും അപകടകരവുമായ പല വിശ്വാസങ്ങളും അതോടെ മാറ്റിവെക്കപ്പെട്ടു. കാരണം അവക്കൊന്നും സ്വന്തമായി ശക്തിയില്ല, ശേഷിയില്ല, അള്ളാഹു നൽകിയാലല്ലാതെ അവർക്ക് പ്രവർത്തിക്കാനാവില്ല എന്ന് കണ്ടതുകൂടി അള്ളാഹുവിനെ പ്രീണിപ്പിക്കലായി പിന്നെ ഏകമാർഗം. അതിലൂടെ മറ്റ് ശക്തികളെ, ഓരോ ശക്തികളെയും വേറിട്ട് ആരാധിക്കുകയോ പ്രീണിപ്പിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നതിന് പകരം ഏക ഇലാഹായ അള്ളാഹുവിലേക്ക് അർപ്പിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം സംപ്രീതരാകുമെന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ മറ്റ് ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാമെന്നും ഇസ്ലാം പഠിപ്പിച്ചു. ആ വിപ്ലവത്തിലൂടെയാണ് ഇസ്ലാമിൻ്റെ മുന്നേറ്റമുണ്ടായത് എന്ന് കാണാം. ഈ ആശയം
ചെറിയ തോതിലെങ്കിലും പിന്നീട് വലിയ തോതിലും പലപ്പോഴും ലംഘിക്കപ്പെട്ടു. അവിടെ രക്ഷക്കെത്തിയത് കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദീൻ അല്ലെങ്കിൽ പൂർവ്വ മുജാഹിദ് സംഘടന, വഹാബികൾ എന്നാണ് അവരറിയപ്പെട്ടത്. അവർ വളരെ ശക്തമായിട്ടാണ് ഇതിവിടെ അവതരിപ്പിച്ചത്. അതായത് ഏകദൈവത്തിൻ്റെ പ്രസക്തി, തൗഹീദ് എന്നാണ് അതിൽ അറബി പറയുന്നത്. അതിൻ്റെ പ്രസക്തിയിലൂടെ മറ്റ് അദൃശ്യ വസ്തുക്കളുടെയും വ്യക്തികളുടെയും ജീവജാലങ്ങളുടെയും എല്ലാ ശല്യത്തിൽ നിന്നും മോചനം നേടാനുള്ള ഏകമാർഗം ഈ ഏകദൈവത്തെ കണിശമായി കൃത്യതയോടെ അവനർപ്പിക്കലാണ് എന്നവർ മുജാഹിദാണ് ഓർമ്മപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. അവർ പറഞ്ഞതല്ല കാര്യമെങ്കിലും, ഇസ്ലാം ആദ്യമേ പറഞ്ഞ കാര്യം തന്നെ അതാണ്. എങ്കിലും മുജാഹിദിന് അത് ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അന്നത്തെ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ വിശ്വാസി സമൂഹം, മുസ്ലിം വിശ്വാസി സമൂഹം. അത് എത്രയാണെന്ന് വെച്ചാൽ, മൺമറഞ്ഞു പോയ പല വ്യക്തികൾക്കും ദൈവം വിചാരിച്ചാൽ മഹത്തായ ശക്തി കൊടുക്കാനാവുമെന്നും അവർ വിചാരിച്ചാൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവുമെന്നും അവരുടെ രക്ഷയുണ്ടെങ്കിലേ ദൈവം തന്നെ നമ്മൾ പ്രീതിപ്പെടുകയുള്ളൂ എന്നും പഠിപ്പിച്ചു വച്ചിരുന്നു ഒരു വിഭാഗത്തെ. അതായത് ഇസ്ലാമിൽ ജീവിതം, മരണം, പരലോക ജീവിതം 3 ഘട്ടങ്ങളായിട്ടാണ് പ്രധാനമായി തിരിക്കുന്നത്. അതിൽ മരണാനന്തരമുള്ള ലോകത്തെ ബർസഖ് എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ അത്ഭുത വിശ്വാസികൾ മരണപ്പെട്ടു പോയ മഹാന്മാരായ വ്യക്തികൾ വീണ്ടും ഭൂമിയിലേക്ക് എഴുന്നേറ്റ് വന്ന് മനുഷ്യരെ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ലാത്ത ശക്തിയോടെ, അതീവ ശക്തിയോടെ ദൈവം കൊടുക്കുന്നതാണത്രേ. അവർ പറക്കുകയും പക്ഷികളെപ്പോലെ പറക്കാനും മീനിനെപ്പോലെ നീന്താനും മറ്റ് അത്ഭുത കൃത്യങ്ങൾ നിർവഹിക്കാനും ശേഷി നേടുന്നു മരണത്തോടുകൂടി. അങ്ങനെ അവരെ ആശ്രയിച്ചാൽ, അവരെ വിളിച്ചാൽ കാര്യങ്ങൾ നടത്താം എന്ന രീതിയിലാണ് വിശ്വാസികളെ വഴിതിരിച്ചു കൊണ്ടിരുന്നതെങ്കിൽ അതും വിശ്വാസത്തിനെതിരാണ്. അത് തൗഹീദിനും ഏകദൈവ വിശ്വാസ സങ്കല്പങ്ങൾക്കെല്ലാം എതിരാണെന്നും പഠിപ്പിച്ചത് ഈ മുജാഹിദ് സംഘടനകളാണ്. ആ സംഘടനകളിൽ തന്നെയാണിപ്പോൾ ഒരു വിഭാഗം അദൃശ്യരായ ജിന്നുകൾക്ക് പലതും ചെയ്യാനാവുമെന്ന് പറയുന്നത്. അദൃശ്യരായ ഔലിയാക്കൾക്ക് പലതും ചെയ്യാനാവുമെന്ന് പറയുമ്പോൾ ദേവതകൾക്ക്, ദേവന്മാർക്ക്, കാറ്റിന്, തീയിന്, അഗ്നിക്ക്, ജലത്തിനൊക്കെ അദൃശ്യമായ പല ശക്തികളുമുണ്ടെന്ന് കരുതുന്നതും ജിന്ന് അദൃശ്യമായ ഒരു ജീവിയാണെന്നും അതിന് നമുക്ക് ഉപദ്രവമേൽപ്പിക്കാനോ ഗുണം ചെയ്യാനോ കഴിയുമെന്നും വിശ്വസിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും യുക്തിബോധമുള്ള, സാമാന്യ യുക്തിബോധം കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നില്ല, വ്യത്യാസം മനസ്സിലാവുന്നില്ല. അതായത് ദേവതാ സങ്കല്പങ്ങൾക്ക് തുല്യമാണ് ജിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഒരു വിഭാഗം ഉന്നയിക്കുന്ന ന്യായങ്ങൾ എന്ന് കാണാം. ഇസ്ലാം പറയുന്നത് അന്യമതസ്ഥരുടെ ദേവീ ദേവന്മാർക്കോ ദേവതകൾക്കോ മറ്റ് അദൃശ്യ വസ്തുക്കളിലുള്ള അദൃശ്യ സങ്കല്പങ്ങൾക്കോ വസ്തുക്കൾക്കോ ശക്തിയില്ലെന്നോ ശേഷിയില്ലെന്നോ ഒന്നും ചെയ്യാനാവില്ലെന്നോ ഒന്നുമല്ല. അവയുടെ മുഴുവനും നിയന്ത്രണം അള്ളാഹുവിലാണെന്നാണ് ഖുർആൻ സമർത്ഥിക്കുന്നത് എന്നാണ് അതിലെ പ്രത്യേകത. അതായത് 1000 33 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 33 കോടിയോ 300 കോടിയോ ദേവീ ദേവന്മാരെ പ്രസാദിപ്പിക്കുന്നതിന് പകരം ഒരൊറ്റ ദൈവത്തെ, ഏകദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മതിയായിരിക്കും. അത് എത്ര ഒരു എളുപ്പമാർഗമാണ്. തിയോളജിക്കൽ ചിന്താഗതിയിൽ രംഗത്ത് അത് വലിയ വിപ്ലവമാണ് ഉണ്ടാക്കിയത് ദൈവസങ്കല്പത്തിൽ. കാരണം 1000 ദൈവങ്ങളെ, 1000 ആവശ്യങ്ങൾക്ക് വേണ്ടി 1000 ദേവതകളെ പ്രീണിപ്പിക്കുന്നതിന് പകരം ഒരൊറ്റ ദൈവത്തെ നമ്മുടെ വിഭവങ്ങളോ സമ്പത്തോ സമയമോ ഒട്ടും പാഴാക്കാതെ, വ്യയം ചെയ്യാതെ പ്രീണിപ്പിക്കാനാവും എന്ന ഒരു സത്യം വെളിപ്പെട്ടത് ആളുകൾക്ക് വളരെ ആശ്ചര്യമുണ്ടാക്കി. അത്ഭുതകരമായിരുന്നു ആ അറിവ്. ആ അറിവിനെ ചോദ്യം ചെയ്യുന്നതാണ് അതേ വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ തങ്ങളുടെ ദിവ്യന്മാർ മരിച്ചുപോയാൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു, അവർക്ക് ദൈവം കൊടുക്കുന്ന ശക്തിയാണത്, ദൈവത്തിന് വിചാരിച്ചാൽ ആർക്ക് വേണമെങ്കിലും ശക്തി കൊടുക്കാം. തീർച്ചയായും ദൈവം വിചാരിച്ചാൽ ആർക്ക് വേണമെങ്കിലും ശക്തി കൊടുക്കാം. പക്ഷേ ദൈവം മരിച്ചുപോയൊരു മനുഷ്യനെ കുഴിമാടത്തിൽ നിന്ന് എണീപ്പിച്ച് പക്ഷിയെപ്പോലെ പറപ്പിക്കുകയോ മീനിനെപ്പോലെ നീന്തിക്കുകയോ ചെയ്യുമോ? അതിൻ്റെ ആവശ്യകത എന്ത്? ദൈവത്തിനൊരു സഹായി ആവശ്യമാണെങ്കിൽ മാത്രമല്ലേ ദൈവം ചെയ്യുന്ന പണി മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട കാര്യമുള്ളൂ. അതില്ലല്ലോ. ആ ദൈവത്തിന് അങ്ങനെ സഹായി, പരസഹായം ആവശ്യമില്ലാത്ത കാലത്തോളം ദൈവം എന്തിനാണ് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കഴിവുകൾ മനുഷ്യർക്ക് കൊടുക്കുന്നത്? മനുഷ്യന് കൃത്യമായൊരു ജീവിത കാലയളവുണ്ട്, ലൈഫ് സ്പാൻ.
അത് ജീവിച്ച് തീർക്കുകയും ആ ജീവിതത്തിലുടനീളം അവൻ പാലിക്കപ്പെടേണ്ട, ദൈവത്തോട് കടപ്പെട്ടിരിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞ് മരിച്ചു പോവുക. ആ മരിച്ചു പോയ ലോകത്ത് ഒരു നിശ്ചിത കാലയളവ് വരെ തങ്ങുക. അത് കഴിഞ്ഞ് വിചാരണ ചെയ്യപ്പെടുക. അവൻ പരലോകത്തേക്ക്, അവിടുത്തെ സുഖങ്ങളോ ദുഃഖങ്ങളോ അതിലേക്ക് പ്രവേശിക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ ബേസിക് സങ്കല്പം. ഇതിന് വിരുദ്ധമാണ് മരിച്ചുപോയ ഉന്നതമായ വ്യക്തികൾ, ദൈവത്തിന് പ്രീതിയുള്ള ആളുകൾ മരിച്ച സ്ഥലത്ത്, കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വരും. അവർ പറന്നു നടക്കും. അവർക്ക് ദിവ്യശക്തിയുണ്ട്. ദൈവത്തിൻ്റെ മുഴുവൻ ശക്തി വേണമെങ്കിൽ അവർ ദൈവത്തിൽ നിന്ന് ശേഖരിച്ച് നമുക്ക് വേണ്ടി ഉപകാരം ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് അവരെ കൂടെ നോക്കേണ്ട ഗതികേട് വരികയാണ്. ഏകദൈവ വ്യത്യാസത്തിൽ നിന്ന് വ്യതിചലനമാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയത് ഈ മുജാഹിദ് സംഘടനകളാണ്. അതിലൊരു സംഘടനയാണ് ഇപ്പോൾ വേർപിരിഞ്ഞ് മറ്റ് മഹത്തായ യുക്തിബോധത്തിന് നിരക്കാവുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ചില കാര്യങ്ങൾ അവർ യുക്തിക്ക് ഒട്ടും നിരക്കാത്ത, ശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് കാണാം. അത് എന്തുകൊണ്ടാണ് ആ വ്യതിയാനം വന്നുകൂടിയത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ജിന്നുകളുണ്ടെന്നും മലക്കുകളുണ്ടെന്നും പിശാചുക്കളുണ്ടെന്നും ഇതല്ലാത്ത, ഈ പേരറിയാത്ത അനേകം അദൃശ്യ ജീവജാലങ്ങളും ശക്തികളും ഈ പ്രപഞ്ചത്തിലുണ്ടെന്നും കരുതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ദൈവത്തിന് കീഴിലാണെന്നും ദൈവം എന്ന ഒരൊറ്റ ശക്തിയുടെ നിയന്ത്രണത്തിലാണെന്നും വിശ്വസിക്കലാണ് ഇസ്ലാം. എന്നിട്ട് ആ ദൈവത്തെ, ഇവയുടെ ഒന്നും ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ജിന്നിൻ്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി ജിന്നിനെ അല്ല പ്രീണിപ്പിക്കേണ്ടത്, ദൈവത്തെ തന്നെയാണ്. പിശാചിൻ്റെയും മലക്കുകളുടെയും മറ്റു മനുഷ്യരുടെ തന്നെയും ഉപദ്രവത്തിൽ നിന്ന് അന്വേഷിച്ച് മനുഷ്യൻ അഭയം പ്രാപിക്കേണ്ടത് ദൈവത്തിൽ തന്നെയാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതല്ലാതെ ജിന്നിന് ഉപദ്രവം ചെയ്യാൻ കഴിയും എന്നതുകൊണ്ട് ജിന്നിനെ ആശ്രയിക്കുകയോ, ഒരു ഭരണാധികാരിക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്ന് അയാളെ ദൈവമായി സങ്കല്പിക്കുകയോ, ഫറവോൻ്റെ കാലത്തെ പോലെ അതല്ലെങ്കിൽ മറ്റൊരു ഉപദ്രവകാരിയായ ഏതെങ്കിലും വസ്തുവിൻ്റെ പേരിൽ അതിനെ ആരാധിക്കുകയോ അതിന് നമിക്കുകയോ അല്ല വേണ്ടത്. ഏതൊരു ഉപദ്രവത്തെയോ ഏതൊരു അനുഗ്രഹത്തെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും അവയ്ക്കെല്ലാം വേണ്ടി അതിൻ്റെ ഏകജാലക സംവിധാനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് 1000 വാതിലുകളിൽ മുട്ടുന്നതിന് പകരം ഒരൊറ്റ വാതിൽ, അള്ളാഹുവിൻ്റെ, ഏകനായ അള്ളാഹുവിൻ്റെ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആത്യന്തിക സാരം. അതീന്ദ്രിയ ശക്തികളോ അതീന്ദ്രിയ പ്രതിഭാസങ്ങളോ ഇല്ലെന്ന് കരുതാനല്ല യഥാർത്ഥ യുക്തിബോധവും ശാസ്ത്രവും നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ നിത്യജീവിതവുമായി, നമ്മുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ കാര്യക്ഷമമായി ആർക്കും ഉപദ്രവകരമല്ലാത്ത രീതിയിൽ എങ്ങനെ കോ എക്സിസ്റ്റൻസ് സാധ്യമാക്കണം എന്നതാണ് വാസ്തവത്തിൽ യഥാർത്ഥ ശാസ്ത്രത്തിൻ്റെയും യഥാർത്ഥ മതത്തിൻ്റെയും ആത്യന്തിക താല്പര്യം എന്ന് കാണാം. അതിന് വലിയ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. പഠന കേന്ദ്രങ്ങളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റുകളുടെയും ആവശ്യമില്ല. പിന്നെ ഒരു വിശ്വാസം അത് മികച്ചതാണെന്ന് അതിൻ്റെ അനുഭവം കൊണ്ടാണ് വെളിപ്പെടേണ്ടത്. അതിന് വലിയൊരു ഗ്രന്ഥശേഖരമുണ്ടെന്നോ വലിയ വലിയ പണ്ഡിതന്മാർ അതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ എന്നതുകൊണ്ടല്ല. നമ്മുടെ വെരി ലൈഫ്, സ്വന്തം ജീവിതം, കൺമുമ്പിലെ ജീവിതമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അതുമായി നമ്മളതിനെ പരിശോധിക്കുമ്പോൾ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതുകൂടി ഇതിലൊരു വസ്തുതയാണ്. ഈ അർത്ഥത്തിൽ വ്യക്തിപരമായി എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തെ എനിക്ക് നിരാകരിക്കാനാവില്ല ഒരാൾക്കും. അതായത് ഇന്ന് ഈ മുജാഹിദ് സംഘങ്ങളോ മറ്റ് മതവിഭാഗങ്ങളോ മുഴുവനായും ഗ്രന്ഥങ്ങളെ, പുരാതന ഗ്രന്ഥങ്ങളെ, അതിൻ്റെ പണ്ഡിതന്മാരെ, ഇമാമുകളെ ഉദ്ധരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. അവരൊക്കെ ജീവിച്ചതുപോലെ ഒരു ജീവിതം തന്നെയല്ലേ നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് സ്വാംശീകരിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പഠിച്ച പാഠങ്ങളുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. വലിയ മഹത്തരമായ സേവനമാണ് മനുഷ്യരാശിക്ക് അവർ അവശേഷിപ്പിച്ചു പോയത്. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. അതുപോലൊരു ജീവിതം, പൂർണ്ണമായൊരു ജീവിതം നമ്മുടെ കൺമുമ്പിലുമുണ്ട്. അതുപോലെയോ അതിനേക്കാൾ സംഭവ ബഹുലവുമായ ഒരു അനുഭവ പരമ്പരകളും നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് നാമും അതേപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അവയെ ഖണ്ഡിക്കാൻ, അതിനു മുമ്പുണ്ടായവരുടെ പാഠങ്ങളെയോ അനുഭവ സാക്ഷ്യങ്ങളെയോ ഖണ്ഡിക്കാൻ വേണ്ടിയല്ല,
നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടി, സ്വയം അനുഭവിക്കാൻ വേണ്ടി, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ സഹജീവികൾക്ക് പകരാൻ വേണ്ടി, വരും തലമുറകൾക്ക് പകരാൻ വേണ്ടി കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ വരും തലമുറകൾ ഈ കഴിഞ്ഞു പോയ തലമുറയുടെ അനുഭവങ്ങളെ മാത്രം ആശ്രയിച്ച് അതിൻ്റെ ഗുണപാഠങ്ങളെ മാത്രം കാതോർത്ത് സ്വന്തം കൺമുമ്പിലുള്ള ജീവിതത്തെ നിരാകരിക്കാൻ പാടില്ല. സ്വയം ആർജിക്കേണ്ട അനുഭവങ്ങളെ തള്ളിക്കളയാനും പാടില്ല. സ്വയം ആർജിച്ച അറിവുകളെ അവഗണിക്കാനും പാടില്ല. ഇതേ പറയുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് മൊത്തം കാര്യങ്ങളുടെ കണക്ക് കൂട്ടുമ്പോൾ മികച്ച ആശയം ഏതാണ് എന്ന് മനസ്സിലാവുന്നത് ഏറ്റവും മികച്ച റിസൾട്ട് തരുന്നത് ഏതാണ് എന്നെ ആശ്രയിച്ചായിരിക്കും. ഏറ്റവും ശക്തമായി നമ്മെ സ്വാധീനിച്ച പൗരാണിക തത്വങ്ങളോ ഏറ്റവും സ്വാധീനം ചെലുത്തിയ മറ്റ് കാര്യങ്ങളോ അല്ല, നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വന്തം അനുഭവത്തെ ഏറ്റവും അധികം നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് മതമായാലും രാഷ്ട്രീയമായാലും. പ്രവാചകൻ പറഞ്ഞതായി അബൂ ഹുറൈറ പറഞ്ഞു. അബൂ ഹുറൈറ പറഞ്ഞതായി ഇമാം ഷാഫി രേഖപ്പെടുത്തി. ഇമാം ഷാഫി പറഞ്ഞതായി ഇമാം ഇബ്നു തൈമിയ്യ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇമാമുകളിലൂടെ കടന്നു വന്ന് പ്രവാചകനിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് പ്രവാചകനിൽ നിന്ന് ഇമാമുകളിലൂടെയും കടന്ന് ഏറ്റവും ഒടുവിൽ KM മൗലവി, അമാനി മൗലവി, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ പ്രമാണങ്ങളുടെ ആധികാരികത. പ്രമാണങ്ങളുണ്ടോ, മറ്റ് ഗ്രന്ഥങ്ങളുണ്ടോ, പ്രമാണങ്ങളിലും പ്രാമാണികമായ അഭിപ്രായങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ദൈവത്തിലാണ് എത്തി നിൽക്കേണ്ടത്, കുറഞ്ഞ പക്ഷം പ്രവാചകനിലെങ്കിലും. പക്ഷേ നമ്മളിന്ന് എത്തി നിൽക്കുന്നത് ചില സമൂഹങ്ങൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്, തർക്കം തൊഴിലാക്കി വെച്ചിട്ടുള്ളത് ഇമാമിങ്ങളുടെ കാര്യം പറഞ്ഞാണ് ഈ തർക്കിക്കുന്നത്. ആ ഇമാമ് പറഞ്ഞു, ഈ ഇമാമ് പറഞ്ഞു, ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറഞ്ഞു, അല്ലെങ്കിൽ അബൂ ഹനീഫ പറഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞു. ഈ രീതിയിൽ പറയുന്നതിന് പകരം ആ പറഞ്ഞതിന് ഒന്നും നിഷേധിക്കണമെന്നോ അതിനെ അനാദരിക്കണമെന്നോ അല്ല നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതെല്ലാം തീർച്ചയായും മുതൽക്കൂട്ടുകളാണ്. പക്ഷേ ഇതൊന്നും തന്നെ അള്ളാഹുവിൻ്റെ ഒരു വാക്കിനോളം വില വരില്ല, കൽപ്പനയോളം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതിൻ്റെ ഫൈനൽ. എല്ലാ ജിന്നുകൾക്കും പിശാചുക്കൾക്കും മലക്കുകൾക്കും ഉപരി അള്ളാഹുവിൻ്റെ ശക്തിയിൽ നമ്മൾ അർപ്പിച്ചാൽ, അതിനെ ആശ്രയിച്ചാൽ, അഭയം തേടിയാൽ ഒരു ജിന്നും പിന്നെ നമ്മളെ സമീപിക്കില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. KNM പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ വിസ്റ്റംകാർ പറയുന്നു ജിന്നുണ്ട്, തീർച്ചയായും. മറ്റു ചിലർ പറയുന്നു പിശാച്ചുണ്ട്, അതും ശരി, തർക്കിക്കേണ്ടതില്ല. പക്ഷേ എല്ലാ ജിന്നുകളെയും പിശാച്ചുക്കളെയും നിയന്ത്രിക്കുന്ന അള്ളാഹു ഉണ്ട് എന്ന കാര്യമാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നേണ്ടത്, കൂടുതൽ ആശ്രയിക്കാവുന്ന വാക്കായി തോന്നേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.